ശ്രീ മഹേഷ് പണിക്കർ, താങ്കൾക്ക് എന്നെ കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു. നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ സ്വർണ്ണ പരിശോധനയുമായി ബന്ധപ്പെട്ട് BSSയിൽ നടന്ന പരിശോധന, അതിൽ വ്യക്തത വരുന്നില്ല എന്നതാണ് അറിയുന്നത്. അത് കൂടുതൽ പരിശോധനയ്ക്കായി വീണ്ടും കൂടുതൽ വിദഗ്ധമായ പരിശോധനയ്ക്ക് വിനിയോഗിക്കണം എന്ന ഒരു കാര്യത്തിലേക്ക് SIT എത്തുന്നു എന്ന് മനസ്സിലാകുന്നു. കാലപ്പഴക്കം സംബന്ധിച്ചുള്ള വ്യക്തതയില്ല. സ്വർണം മുഴുവനായി, ഈ പാളികൾ മുഴുവനായി മാറ്റിയോ അതോ സ്വർണം മാത്രമാണോ മാറ്റിയോ, അതിലൊന്നും വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ ഇനിയും അതിൽ കൂടുതൽ പരിശോധന വേണമെന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ അന്വേഷണം വൈകുന്നു. അന്വേഷണ സംഘത്തിന് ഇതുവരെ വ്യക്തമായ കാര്യങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല എന്ന വലിയ വിമർശനമാണ് വരുന്നത്. അതേസമയം മറ്റ് ചില ആളുകൾ കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നു. അത് ഒന്ന് അടൂർ പ്രകാശാണ്, മറ്റൊന്ന് ആന്റോ ആന്റണിയാണ്. എന്താണ് താങ്കൾക്കുള്ള ധാരണ? ശരിയായ ദിശയിൽ തന്നെയാണ് അന്വേഷണം എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് സ്വയമേധ എടുത്തൊരു കേസാണിത്. അപ്പം അത് അതിന്റെ ആ ഒരു വ്യാപ്തി ആദ്യം ആ ധാരപാലക പാളി മാത്രം തുടങ്ങിയിട്ട് പിന്നെ കട്ടളയിലും പിന്നെ കഥകിലേക്കും പിന്നെ കൊടിമരത്തിലേക്കും വാജിവാഹനത്തിലേക്കും അങ്ങനെ അങ്ങനെ ബാക്കിലോട്ട് കുറെ വർഷങ്ങളിലേക്ക് നീണ്ടു പോയതാണ്. അതിനകത്തെ വ്യാപ്തി കൂടിയതുകൊണ്ടാണ് ഒരു ചെറിയ ക്രൈമായിട്ട് നമുക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ആ ക്രൈമിന്റെ വ്യാപ്തി കൂടിയത് കൊണ്ടാണ് ഇതിന്റെ പ്രശ്നം വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ, അയാൾ വരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരാൾ. അയാളുടെ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, അവിടുത്തെ തന്ത്രി, അങ്ങനെ ഒരു വലിയൊരു ഗൂഢാലോചന ടീം ഉണ്ടാക്കിയിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷിയിലും, ഇപ്പൊ ഒരു രാഷ്ട്രീയ കക്ഷിയിലെ തന്നെയല്ല, അയാൾക്ക് ആവശ്യമുള്ള സമയത്തല്ല അവരുമായിട്ട് പലതരം ബന്ധം, രാഷ്ട്രീയം തന്നെയല്ല, സിനിമാ മേഖലയില്, വ്യവസായ മേഖലയില്, അല്ലെങ്കിൽ അങ്ങനെ മറ്റെല്ലാ തലത്തിലും, എല്ലാ പോലീസിന്റെ ഇതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടും അല്ലെങ്കിൽ ജഡ്ജി അങ്ങനത്തെ ആൾക്കാരുമായിട്ടും എല്ലാ സമൂഹത്തിന്റെ എല്ലാ അധികാരത്തിന്റെ മേളിൽ നിൽക്കുന്ന എല്ലാ വർഗവുമായിട്ടും അയാൾ വ്യക്തമായ ബന്ധമുണ്ടാക്കി മനഃപൂർവ്വം ഇതുപോലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അയാളുടെ ആ ഗൂഢ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇവരെല്ലാം മുൻനിർത്തി അവരുമായിട്ട് ഫോട്ടോ എടുക്കുകയും ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിന്റെ ഫോട്ടോ എടുക്കുകയും അല്ലെ അവരെയൊക്കെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുകയും അല്ലെ അവരുടെയൊക്കെ വീടുകളിൽ പോവുകയും അങ്ങനെയൊക്കെ അയാൾ വളരെ പ്ലാൻഡ് ആയിട്ട് അയാൾക്കറിയാം ഇതൊരു ഈ ഗെയിമിനകത്ത് അയാൾക്ക് ഇവരുടെയൊക്കെ സഹായം, ഇവരുടെയൊക്കെ ഇമേജിന്റെയും ഇവരുടെയൊക്കെ ബ്രാൻഡിങ്ങിന്റെയും ഇവരെയൊക്കെ വെച്ച് ബ്രാൻഡ് ചെയ്തതാണ്, ജയറാമിനെ ഉൾപ്പെടെ വെച്ച് ബ്രാൻഡ് ചെയ്തതാണ്. അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അല്ലെ ആ ഗ്രൂപ്പിന്റെ ആ കൊള്ളസംഘത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കലാകാലങ്ങളിൽ ശബരിമല കൊള്ളയടിക്കുക എന്നുള്ളതാണ്. അപ്പം അത് അതിനകത്ത് അയാൾ ഭയങ്കരമായിട്ട് വിജയിക്കുകയും ചെയ്തു. അയാൾ സത്യം പറഞ്ഞാൽ അയ്യപ്പ വിഗ്രഹം കൊണ്ടുപോകാൻ ആരുടെയോ ഭാഗ്യം, ഒരു കുറച്ച് നാളൂടെ ഇത് പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അയ്യപ്പ വിഗ്രഹം അയാൾ കടത്തിയാനേ. അത്രയ്ക്ക് സ്ഥാനമുള്ള, അതായത് ക്ഷേത്രത്തിനകത്ത് വരെ കയറത്തക്ക രീതിയിൽ തന്ത്രിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ അതുപോലത്തെ ഒരാള് വലിയ വലിയ സോണിയാഗാന്ധിയുടെ ഒക്കെ എടുത്ത് മഹാതാന്ത്രികനായിട്ടൊക്കെ ചെല്ലത്തക്ക രീതിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നമ്മൾ ധീരേന്ദ്രസ്വാമി അല്ലെങ്കിൽ ചന്ദ്രസ്വാമി എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനെ അധികാരത്തിന്റെ ഇടനാഴിയിൽ ശരിക്കും വിലസിയ ഒരു സ്വാമി, അയാൾ അത്രയ്ക്ക് നികൃഷ്ടനായ ഒരു മനുഷ്യൻ. അപ്പം അങ്ങനെ ചെയ്ത ഒരാൾ, അയാളുടെ കൊള്ളകൃത്യം ഇതിനകത്ത് ഇപ്പൊ ഓരോരുത്തർ അയാളെ അറിയുന്നവരല്ല ഇപ്പം കുറ്റക്കാരും എന്താ പറഞ്ഞ അങ്ങനെ കൊലയാളികളും അല്ലെങ്കിൽ കാരാഗ്രഹത്തിലേക്ക് കയറാൻ പോകുന്നു, ഓരോ അറസ്റ്റിലേക്ക് നീങ്ങാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് വളരത്തക്ക രീതിയിലാണ് അയാളുടെ ആ ഒരു ക്രൈമിന്റെ വലിപ്പം നിൽക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിനകത്ത് ഒരു കാര്യം, നമുക്ക് വേണ്ടത് ഇപ്പൊ എന്താ, അയ്യപ്പന്റെ അവിടുന്ന് ധാരപാലക പാളികൾ എങ്ങനെയാ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്? ഉറപ്പായിട്ടും അത് വിശ്വാസക്കൊള്ളയുടെ ഭാഗമായിട്ട് മാറ്റിയതാണ്. കാര്യം ഇവിടുന്ന് 39 ദിവസം ഈ പാളി സഞ്ചരിച്ച് ഹൈദരാബാദിൽ പോയി തിരിച്ച് ഈ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ വന്നപ്പോൾ അതിന് 4 കിലോ വ്യത്യാസമുണ്ട്. ആ ചെമ്പുപാളിക്കകത്ത് 4 കിലോ വ്യത്യാസമുണ്ട്. ഒരു കാരണവശാലും ആ പാളി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാതെ 4 കിലോ വ്യത്യാസം വരത്തില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്തുനിന്ന് ഇവർ കൊണ്ടുവന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഒരു സാധനം ഉണ്ടാക്കി ഒറിജിനൽ അവർ മാറ്റിയിട്ട് ആ രീതിയിലൊന്നും അന്വേഷണം ആദ്യ കാലത്ത് പോയിട്ടില്ല. പിന്നെ ഈ പൂജകൾ നടന്നത് വെച്ച് പോയിട്ടില്ല. അതൊക്കെ വളരെ അടുത്ത കാലത്താണ്. കാര്യം അന്വേഷണത്തിന്റെ വ്യാപ്തി കൂടിയതനുസരിച്ചിട്ട് ഇതിന്റെ അന്വേഷണം പല രീതിയിൽ സ്കാറ്റർ ചെയ്തു. ഒരേ രീതിയിൽ ആ ധാരപാലക പാളി എന്ന് പറഞ്ഞിട്ടല്ല അവർ പോയത്. അടുത്ത കാലത്താണ് അങ്ങനെ വന്നത്. ഇതിനകത്ത് എല്ലാവർക്കും, സമൂഹത്തിലെ എല്ലാവർക്കും, മാധ്യമങ്ങൾക്കും ഒക്കെ ഉണ്ട് ഓരോ സംശയവും ഓരോ ഫോട്ടോയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ വരുന്നതനുസരിച്ച് SITയുടെ അന്വേഷണം ആദ്യത്തിലേക്ക് പോയി. നമുക്കറിയാം രമേശ് ചെന്നിത്തല അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡി മണി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അവിടെ പോയി ഒരു 10-15 ദിവസം അവിടെ പോയി അതിന്റെ പിന്നെ അന്വേഷണത്തിൽ പോയി മറ്റു പല കാര്യങ്ങളുടെയും പറകിൽ ഇപ്പം കൊടിമരം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്ക് SIT നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. വളരെ പരിമിതമായ ഇത്രയും സ്മാർട്ടായിട്ടുള്ള അവര് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഹാൻഡ് പിക്ക് ചെയ്ത ഉദ്യോഗസ്ഥരാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ്. അവരെ ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റില്ല. അവര് ഈ പറഞ്ഞിരിക്കുന്ന അന്വേഷണം എല്ലാം എങ്ങനെ പറ്റത്തുള്ളൂ. ഒരാളെ കുറിച്ച് ഒരു ആരോപണം വന്നാൽ അതൊരു മൊഴി എടുക്കുക, ആ മൊഴിയിൽ നിന്ന് വൈരുദ്ധ്യം വരികയാണെങ്കിൽ ആ വൈരുദ്ധ്യം വെച്ചിട്ട് പിന്നല്ലേ അവരെല്ലാം കൊടുക്കാൻ പറ്റൂ. കാര്യം ഇതിനകത്ത് പാളിയുടെ പറയുള്ള അന്വേഷണം ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഊർജ്ജസ്വലമായിട്ട് വരുന്നത്. ഈ പാളി തിരിച്ചു കിട്ടണേ ഈ രീതിയിൽ തന്നെ ഇവരുടെ ബാക്കി ബന്ധങ്ങൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാക്കി കള്ളത്തരവുമായിട്ടും സാമ്പത്തികപരമായിട്ടും ഇടപാടുകൾ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി മാത്രമേ അത് കണ്ടെത്താൻ പറ്റൂ. അവിടെ ശ്രീ നിജേഷ് അരവിന്ദ് നോക്കൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.